ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പ്രതി സെബാസ്റ്റ്യന്റെ ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജൈനമ്മ തിരോധാന കേസിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോയിരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് അതിൽ വളരെ നിർണായകമായ ഒരു തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പള്ളിപ്പുറത്തെ വീട്ടിൽ കണ്ട രക്തക്കറ അത് ജൈനമ്മയുടെ തന്നെയാണ് എന്ന് DNA പരിശോധനാ ഫലത്തിൽ വ്യക്തമായിരിക്കുന്നു. DNA പരിശോധനയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ രക്തക്കറയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു അസ്ഥി അത് ആരുടേതാണ്, ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഈ മൃതദേഹം ആരുടേത് എന്ന് കണ്ടെത്തുക അത് ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ്. ഇന്നലെ കോടതിയിലടക്കം ഹാജരാക്കിയ സെബാസ്റ്റ്യനെ പിന്നീട് ജയിലിലേക്ക് അയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിരവധി അവിടെ നിന്ന് കിട്ടിയ പല ബന്ധുക്കളുടേതടക്കം സാമ്പിളുകൾ എടുത്തുകൊണ്ടാണ് DNA പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്നത്. ഇതിലും കൂടുതൽ ഈ ശരീരാവശിഷ്ടങ്ങളുടെ അടക്കം തെളിവുകൾ ലഭിക്കണം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതായി. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കോട്ടയത്തെ അന്വേഷണ സംഘം ഉള്ളത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.